ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലഞ്ച് മെനു തയ്യാറാക്കാം. ഇതിലേക്ക് വെള്ളരിക്ക കറി, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, പിന്നെ ചെമ്മീൻ മസാല, ഇതൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വഴുതനങ്ങ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1-2 വറ്റൽമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 8-10 ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുക ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എരിവിനൊക്കെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇതാവുമ്പം എരിവ് കുറവായിരിക്കും, പക്ഷേ നല്ല കളർ കിട്ടും. 3 വഴുതനങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വഴുതനങ്ങയിലെ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് കളയണം. വഴുതനങ്ങ തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകുന്ന ഒരു പ്രശ്നം വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കുഴഞ്ഞു പോവാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. വഴുതനങ്ങ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി യോജിപ്പിക്കണം. അടികട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും അടച്ചു വെക്കാം. വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ വഴുതനങ്ങ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട്, ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് നോക്കാം. അടുത്തതായിട്ട് വെള്ളരിക്ക കറി തയ്യാറാക്കിയെടുക്കാം. ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടോ വലുതായിട്ടോ കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കളയാതെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടും വെള്ളരിക്ക കറി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. വെള്ളരിക്ക വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 3 കറിവേപ്പില ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. ഇതൊക്കെ ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. വേവിച്ചെടുത്ത വെള്ളരിക്ക ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിലാണെങ്കിൽ കുക്കറിൽ തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഒഴിച്ചു കറിയുടെ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. കറി ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു നാടൻ ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. പിന്നെ നമ്മുടെ ചാനലിൽ വെള്ളരിക്ക വെച്ചിട്ടുള്ള പച്ചടി റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണുക. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്കൊരു ചെമ്മീൻ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിലരിയാതെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് സവാളയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്താലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് ഈ പൊടികളുടെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ അരച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 തക്കാളി അരച്ചത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. മസാല ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ആവശ്യത്തിന് വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. മസാല നല്ല കുറുകിയിരിക്കുന്ന പാകത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ചെമ്മീൻ ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെമ്മീൻ വെച്ചിട്ട് വേറെയും റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ വേറെയും ലഞ്ച് മെനു റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്